ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെങ്ങനെയാണ് ഈ ഫോട്ടോഷോപ്പിൽ ആക്ഷൻ സെറ്റ് ചെയ്യുന്നത്. അതിനായി മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫോട്ടോഷോപ്പിൽ വേറെ എന്തെങ്കിലും പേജസ് ഓപ്പൺ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾ ക്ലോസ് ചെയ്ത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈസ്, നിങ്ങൾ ഏത് സൈസിലാണോ ഏത് സൈസിലേക്കാണ് നിങ്ങൾക്ക് ഫോട്ടോ വേണ്ടത് ആ സൈസിലേക്ക് ഈ ഫോട്ടോയെ മാറ്റുക. അതിന് നിങ്ങൾ ക്രോപ്പ് ടൂൾ യൂസ് ചെയ്ത് ഇതിൻ്റെ സൈസ് എത്രയാണോ ആ സൈസും അതിൻ്റെ റെസൊല്യൂഷന് 300 അതും കൊടുത്ത് നിങ്ങൾ ഈ ഫോട്ടോയെ അതിൻ്റെ ആ സൈസിലേക്ക് മാറ്റുക. നമ്മൾ ചെയ്യേണ്ടത് വിൻഡോസിൽ പോയിട്ട് ഈ ആക്ഷൻ പാനൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ആക്ഷൻ പാനൽ ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്തുകൊണ്ടാണ് എനിക്കിവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ വിൻഡോസിൽ പോയിട്ട് ആക്ഷൻ പാനൽ ക്ലിക്ക് ചെയ്താൽ അത് ഇവിടെ വരുന്നതാണ്. ചെയ്യേണ്ടത് ഈ താഴെ കാണുന്ന ഈ പേജ് പോലത്തെ ഒരു ചിഹ്നം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ ആക്ഷൻ, അവിടെ നമ്മൾ നെയിം എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, PP6 നമ്മുടെ PP6 എന്നാണ് സെറ്റ് ചെയ്യണത്. ശേഷം നമ്മുടെ ഫംഗ്ഷൻ കീ ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ കീ ഏതാണോ അത് സെറ്റ് ചെയ്യാം. ഞാനിവിടെ F6 ആണ്. നമ്മൾ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനൊരു സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ പുതിയ പേജിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ Ctrl+C സെലക്ട് ചെയ്യാൻ, Ctrl+C കോപ്പി ചെയ്യാൻ, ശേഷം പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ പേജ് 4:6 എന്ന ഫോട്ടോയുടെ 4:6 സൈസിലേക്ക് മാറ്റുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ നിങ്ങൾക്ക് എത്ര കോപ്പിയാണ് ആവശ്യം, ഇതിലൊരു മാക്സിമം 8 കോപ്പികൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. പക്ഷേ ഞാൻ ഇവിടെ 6 കോപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ ഈ ലെയറിൻ്റെ കോപ്പി എടുക്കുക. ഈ ലെയറിൻ്റെ കോപ്പി എടുക്കാൻ നിങ്ങൾ Shift Alt നോക്കിയിട്ട് ഡ്രാഗ് ചെയ്യുക. മൗസ് പിടിച്ച് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി കിട്ടും. പിന്നെ നമുക്ക് ഈ 2 ഫോട്ടോ ലെയർ മെർജ് ചെയ്യണമെങ്കിൽ അതിനെ Ctrl+E മെർജ് ചെയ്തിട്ട് പിന്നെയും കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ 6 കോപ്പിയായി സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുതിയൊരു ഫയൽ, നിങ്ങൾക്കൊരു ID ഇതിൽ സെറ്റ് ചെയ്യണമെങ്കിൽ Ctrl ഓപ്പൺ, അല്ലെങ്കിൽ ഫയൽ പോയിട്ട് ന്യൂ ഓപ്പൺ എടുത്തിട്ട് നിങ്ങൾ ഏത് ലൊക്കേഷനിലാണല്ലോ ID സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഫയലിനെ ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക. ശേഷം ഇതിനെ Ctrl+C അടിച്ച് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജിൽ പോയിട്ട് നിങ്ങൾ ആ ഫയലിനെ അവിടെ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഡിലീറ്റ് ചെയ്താൽ ആ ഫയൽ ഇവിടെ മിസ്സിങ് കാണിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ IDയിലൊരു ഫോട്ടോ വേണമെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ കൂടി ഈ IDയിൽ സെറ്റ് ചെയ്യാം. ഈ സൈഡിൽ കാണുന്ന ഈ ബോക്സിൽ ഒരു ഫോട്ടോ സെറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് ഈ ആക്ഷൻ്റെ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്തതിപ്പോൾ റെഡി ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോഷോപ്പിൽ എല്ലാ ഫയലും ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഏത് ഫംഗ്ഷൻ കീ കൊടുത്തത് ഏതാണോ, ഞാൻ ഇവിടെ കൊടുത്തത് F6 ആണ്, അത് ക്ലിക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് റെഡിയായി. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ആക്ഷൻ സെറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോ കൂടുതൽ കാണണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.